ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. മഹീന്ദ്രയുടെ വാഹനങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ഡിമാൻഡായിരിക്കും, വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ആൾക്കാർ അഡീഷണൽ പൈസ കൊടുത്തൊക്കെ വണ്ടി വാങ്ങാറുണ്ട്. പക്ഷെ എന്തായാലും ഈ മാസം നമ്മുടെ 2025 ജൂലൈയിൽ മഹീന്ദ്രയുടെ ഒട്ടുമിക്ക വാഹനങ്ങൾക്കൊക്കെ കുറച്ച് ഡിസ്കൗണ്ട്സ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. മാക്സിമം 2.5 lakhs വരെയുള്ള ഡിസ്കൗണ്ടും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഏതൊക്കെ വണ്ടിയിൽ എത്രയൊക്കെ ഡിസ്കൗണ്ടാണ് വരുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഇവരുടെ ഏറ്റവും അഫോർഡബിൾ വാഹനമായ XUV 3XY നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ ഒരു റെബെക്സ് എന്ന് പറഞ്ഞ മോഡലൊക്കെ അവർ ഈ അടുത്ത് ഇറക്കിയതാണ്. അതിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഒന്നുമില്ല. ഈ വണ്ടിക്ക് മാക്സിമം 50,000 വരെയുള്ള ഡിസ്കൗണ്ടാണ് അവർ പറയുന്നത്. പക്ഷെ അത് നമ്മുടെ MX2, അതായത് MX സീരീസ്, MX1 ആയിക്കോട്ടെ, MX2 Pro ആയിക്കോട്ടെ, MX3, MX3 Pro, ഈ MX സീരീസിൽ വരുന്ന വാഹനങ്ങൾക്കൊന്നും ഈ ഡിസ്കൗണ്ട് ആപ്ലിക്കബിൾ അല്ല. പിന്നെ AX5 അതുപോലെ AX5L, AX5ൻ്റെ പെട്രോൾ മാനുവൽ മോഡലും AX5L മോഡൽസിനും 25,000 രൂപയുള്ള ഡിസ്കൗണ്ട് വരെയാണ് മാക്സിമം വരുന്നത്. എന്ന് വെച്ചാൽ ബേസിക്കലി ടോപ്പ് എൻഡിനാണ് അവർ ഈ പറയുന്ന മാക്സിമം 50,000 രൂപയുള്ള ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതാണ് XUV 3XYയുടെ കേസ്. വലിയ ഡിസ്കൗണ്ട് ഒന്നും അല്ല. 50,000 എന്ന് പറയുമ്പോൾ വളരെ നോർമലാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഡിസ്കൗണ്ടാണ്. പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഡീലർഷിപ്പ് വൈസൊക്കെ നമ്മൾ ഈ പറയുന്ന ഡിസ്കൗണ്ടിൽ ചെറിയ കുറച്ച് വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കാം. ചില ഡീലർഷിപ്പിൽ നിങ്ങൾക്ക് പഴയ വണ്ടിയുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇതിലും കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടിയേക്കാം. ഇനി അതല്ല, ചില ഡീലർഷിപ്പിൽ ചിലപ്പം ഇതിലും കുറവും കിട്ടിയേക്കാം. പിന്നെ 3XO എപ്പോഴും അങ്ങനെ വളരെ ഡിമാൻഡ് കുറഞ്ഞ വണ്ടിയൊന്നും അല്ല. ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങുന്ന വാഹനം തന്നെയാണ്. പണ്ട് 300 ആയിരുന്ന സമയത്ത് ഇഷ്ടംപോലെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു, കാരണം അതിന് വലിയ സെയിലില്ലായിരുന്നു. 3XO അവർ പുതിയ ഫേസ് ലിഫ്റ്റ് ആക്കി ഇറക്കിയപ്പോൾ തൊട്ട് മിക്ക മാസങ്ങളിൽ ഒരു 7,000 to 9,000 ഇടയിൽ, ചില മാസങ്ങളിൽ 10,000 വരെയും ഈ വാഹനത്തിന് സെയിൽ പോകാറുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതാണ് XUV 3XOയുടെ ഡിസ്കൗണ്ട്. ഇനി അടുത്ത വാഹനം ബൊലേറോ ആണ്. ബൊലേറോയ്ക്കും അവർ അത്യാവശ്യം ഡിസ്കൗണ്ട് ഇപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് സ്പെക് മോഡലായ B6 ഓപ്ഷണൽ എന്ന് പറഞ്ഞ മോഡൽ. നമ്മളിപ്പം ബൊലേറോയെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്, നിയോയെ പറ്റിയല്ല. നിയോയ്ക്ക് ഓഫർ ഉണ്ട്, അതിലേക്കും വരാം. എന്തായാലും ബൊലേറോയുടെ ഏറ്റവും ടോപ്പ് ആൻഡ് B6 ഓപ്ഷണൽ എന്ന് പറഞ്ഞ മോഡൽ 92,700 rupees വരെയുള്ള ഓഫേഴ്സ് ഇപ്പോൾ മാക്സിമം അവൈലബിൾ ആണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ള B6, B4 തുടങ്ങിയ വേരിയൻസ് ആണെങ്കിൽ മാക്സിമം 40,000 രൂപ വരെയുള്ള ഓഫേഴ്സും മഹീന്ദ്ര കൊടുക്കുന്നുണ്ട്. അത് വലിയ കുഴപ്പമില്ല. പിന്നെ ഈ വണ്ടിയുടെ ഒരു ജനറേഷൻ അപ്ഡേറ്റ് ഒക്കെ ഇപ്പോൾ ഡ്യൂ ആണ്. കുറച്ച് കാലമായിട്ട് ഈ സെയിം വണ്ടി തന്നെയാണ് അവർ വിൽക്കുന്നത്. പക്ഷെ അതൊരു പ്രശ്നമാണെന്ന് ചോദിച്ചാലല്ല. കാരണം ഇത് കൂടുതലും റൂറൽ ഏരിയാസിൽ, എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യ ആ ഒരു സൈഡിൽ, നോർത്ത് ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലല്ല, പക്ഷെ എന്നാലും ഇത്തിരി ഗ്രാമീണ പ്രദേശങ്ങളിൽ ഏറ്റവും റഫായിട്ട് ഓടിക്കുക, ഒന്നും പറ്റാത്ത രീതിയിൽ എവിടെ പോയാലും പെട്ടെന്ന് നന്നാക്കാൻ പറ്റുക എന്നുള്ള ഒരു പർപ്പസിലൊക്കെ ആൾക്കാർ എടുക്കുന്ന വണ്ടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം ഇനിയും ഒരുപാട് കാലം അവരിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. അതിൻ്റെ ജനറേഷൻ അപ്ഡേറ്റ് വന്നാലും ബൊലേറോ ക്ലാസിക് എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു പേരിട്ട് അവർ ഈ വണ്ടിനെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. ഇതിപ്പോൾ ജസ്റ്റ് ബൊലേറോയുടെ കാര്യമാണ്. ഇനിയിപ്പം അവരിറക്കിയ ബൊലേറോ നിയോ എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു. അതിലും ഇപ്പോൾ അത്യാവശ്യം ഓഫേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ടോപ്പ് സ്പെക്കായ N10 N10 ഓപ്ഷണലും ഈ രണ്ട് മോഡൽസിലും മാക്സിമം 1 lakh വരെയുള്ള ഡിസ്കൗണ്ടാണ് മഹീന്ദ്ര പറയുന്നത്. പക്ഷേ താഴത്തെ വേരിയൻ്റ് ഇപ്പോൾ N6, N4 തുടങ്ങിയ മോഡൽസൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ കുറവാണ് ഡിസ്കൗണ്ട്. N6 ആണെങ്കിൽ നമുക്ക് മാക്സിമം 65,000 വരെയുള്ള ഡിസ്കൗണ്ടാണ് കിട്ടുന്നത്. N4 ആണെങ്കിൽ 40,000 വരെയുള്ള ഡിസ്കൗണ്ടേ കിട്ടുന്നുള്ളൂ. പക്ഷേ കുഴപ്പമില്ല. ടോപ്പ് എൻഡ് എന്ന് പറയുമ്പം 1 ലക്ഷം വരെ ഡിസ്കൗണ്ട് അത്യാവശ്യം നല്ലതാണ്. പിന്നെ നിങ്ങളൊന്ന് ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇത് അധികം ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ അത്യാവശ്യം ഡിസ്കൗണ്ട് കുറച്ചുകൂടെ കൂടുതൽ കിട്ടുമായിരിക്കും. പക്ഷേ ഇതിപ്പം ഞാൻ എടുക്കാൻ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ വണ്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ പർപ്പസ് ഒന്നുമില്ല. സത്യത്തിൽ ഇതിൻ്റെ ജനറേഷൻ അപ്ഡേറ്റ് ആണ് അവരിനി പുതിയ ജനറേഷൻ ബൊലേറോ എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ പോകുന്നത്. അതിൻ്റെ പേര് മാറ്റി അവർ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കുന്നുള്ളൂ. ഈ നിയോ എന്ന് പറഞ്ഞ പേര് ചിലപ്പോൾ ഉപേക്ഷിച്ചിട്ട് വേറെ എന്തെങ്കിലും ആക്കുമായിരിക്കും. പിന്നെ എനിവേ ഇതിൻ്റെ തന്നെ ബൊലേറോ നിയോ പ്ലസ് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, 9 സീറ്റർ മോഡൽ. അതിൻ്റെ P4, P10 രണ്ട് വേരിയൻസിലും നമുക്ക് 25,000 രൂപ വരെയുള്ള മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് 2021 മഹീന്ദ്ര ഇറക്കിയ സമയത്ത് വലിയൊരു തരംഗം സൃഷ്ടിച്ച വണ്ടിയൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ കുറച്ച് ഓഫേഴ്സൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ഒരു കാലം വരെ ഈ വണ്ടി കിട്ടാനുള്ള ബുദ്ധിമുട്ടിലായിരുന്നു ആൾക്കാരുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ AX5 അതുപോലെ AX5S ഈ രണ്ട് മോഡൽസിലും 30,000 രൂപ വരെയുള്ള മാക്സിമം ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിരിക്കായിരിക്കും, ഇത്രയും വിലയുള്ള വാഹനത്തിൽ 30,000 രൂപ വരെ ഡിസ്കൗണ്ടാണ് ഒരു വലിയ സംഭവം എന്ന്. പക്ഷേ ചിലപ്പോൾ പഴയ ഓഫേഴ്സ് അല്ലെങ്കിൽ അതായത് പഴയ സ്റ്റോക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതിലും കൂടുതൽ ഓഫേഴ്സും കിട്ടിക്കൂടായില്ല. പിന്നെ ഇതിന് മുന്നേ AX3 എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മോഡൽ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതും ചിലപ്പോൾ സ്റ്റോക്ക് ബാക്കി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ ഓഫേഴ്സിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ XUV 700ക്ക് ശേഷം മഹീന്ദ്ര ഇറക്കിയ മറ്റൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള വാഹനമായിരുന്നു സ്കോർപിയോ N. ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ മോഡലാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇപ്പോഴും നല്ല സെയിലുള്ള വണ്ടി തന്നെയാണ്. ഒരു മാസത്തെ സെയിൽ നമ്മളിപ്പം സ്കോർപിയോ N ക്ലാസിക്കും രണ്ടും കൂടെ കമ്പൈൻഡ് എടുക്കുകയാണെങ്കിൽ 12,000 മുകളിൽ എങ്ങനെയായാലും വരും. ചില മാസങ്ങളിൽ 16,000 വരെയൊക്കെ പോകാറുണ്ട്. അതുകൊണ്ട് ഇതിന് ഡിമാൻഡിന് കുറവൊന്നുമില്ല. പക്ഷെ എന്നാലും അവർ ഓഫേഴ്സും ചെറിയ രീതിയിൽ കൊടുക്കുന്നുണ്ടെന്ന് പറയും. ഇപ്പോൾ സ്കോർപിയോ N ആണെങ്കിൽ ഇതിൻ്റെ ബ്ലാക്ക് എഡിഷൻ Z8ഉം അതുപോലെ Z8L ഈ രണ്ട് വേരിയൻസിൽ നമുക്ക് 40,000 രൂപ വരെയുള്ള മാക്സിമം
ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. എഗെയിൻ വളരെ കുറവാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ഇനി അതല്ല, അതിൻ്റെ താഴത്തെ Z6 അതുപോലെ Z4 വേരിയൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിൽ 30,000 രൂപയുള്ള ഡിസ്കൗണ്ടേ ഉള്ളൂ. ഇനി അതുമല്ല, നിങ്ങൾ ഏറ്റവും ബേസ് മോഡലായ Z2 ആണ് നോക്കുന്നതെങ്കിൽ അതിലിപ്പോൾ പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഒന്നും തന്നെ അവർ ഓഫർ ചെയ്യുന്നില്ല. എഗെയിൻ നിങ്ങൾക്ക് പഴയ സ്റ്റോക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിലും കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടിയേക്കാം. പക്ഷേ അവരിപ്പോൾ പറയുന്ന ഡിസ്കൗണ്ട്സ് നമ്മൾ ഈ പറഞ്ഞ വേരിയൻസിൽ ഇന്ന എമൗണ്ട് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു ക്ലാസിക്കും വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ ഡിസ്കൗണ്ടും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതിനും അത്യാവശ്യം ഡിസ്കൗണ്ട് ഉണ്ട്. പറഞ്ഞു വരുമ്പം വളരെ എക്സ്പെൻസീവ് ആണ് ഈ വണ്ടി. ഇപ്പോൾ ഇത് എടുക്കുന്നതും ഒട്ടും വാല്യൂ ഫോർ മണിയൊന്നും അല്ല, പഴയ വണ്ടിയാണ്, പഴയ ജനറേഷനാണ്. പ്രത്യേകിച്ച് വലിയ സേഫ്റ്റിയോ കാര്യങ്ങളൊന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഓഫർ ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ആകെ നമുക്ക് 130 bhp പവറുള്ള 2.2 mh കിട്ടുന്നുള്ളൂ, അധികം ഫീച്ചേഴ്സ് ഇല്ല. പക്ഷേ എന്നാലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ കൊണ്ടും അതുപോലെ ഇതിൻ്റെ ഒരു പ്രസൻസ് കൊണ്ടും സ്കോർപിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്, അതായത് സ്കോർപിയോ എന്ന് പറഞ്ഞ വാഹനം ഒരു ബ്രാൻഡ് വാല്യൂ ഭയങ്കര കൂടുതലാണ് ഇതിന്. അതുകൊണ്ട് അത്യാവശ്യം സെയിൽസ് ഇതിന് ആ ഒരു സൈഡിൽ കിട്ടുന്നുണ്ട്. എന്തായാലും ഇതിന് 2 വേരിയൻസ് ഇപ്പോൾ ഉള്ളൂ, S-ഉം S11-ഉം. S മോഡലാണെങ്കിൽ അതിലും നമുക്ക് മാക്സിമം 75,000 രൂപയുള്ള ഡിസ്കൗണ്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇനി അതല്ല, S11 അതാണ് ടോപ്പ് എൻഡ് മോഡൽ, അതിൽ ഏകദേശം 50,000 രൂപയുള്ള ഡിസ്കൗണ്ടാണ് അവരിപ്പോൾ ഓഫർ ചെയ്യുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ വാങ്ങാം. അതിപ്പം ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലൊക്കെ ആൾക്കാർ ഇത് എടുക്കേണ്ടവർ. പക്ഷേ ഇതിന് നമുക്ക് മൊത്തത്തിലുള്ള കോമ്പറ്റീഷനൊക്കെ വെച്ച് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടി ഇപ്പോൾ എടുക്കുന്നതിൽ തന്നെ ഒരു പോയിന്റും ഇല്ല. ഇനി നമ്മുടെ ഈ ലിസ്റ്റിൽ അടുത്ത സെക്കൻഡ് ലാസ്റ്റ് വാഹനം മഹീന്ദ്രയുടെ XUV 400 ആണ്. ഈ വണ്ടി അവർ ഇറക്കിയ സമയത്ത് മഹീന്ദ്രയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു കുറച്ച് കാലത്തിന് ശേഷം. അതിന് മുന്നേ അവർ റെവ വാങ്ങി കുറച്ച് വാഹനങ്ങളൊക്കെ ഇറക്കിയായിരുന്നു. പക്ഷേ അതത്ര പോപ്പുലറൊന്നും ആയില്ല. അതായത് നമ്മുടെ E2O+, അങ്ങനത്തെ വണ്ടികളൊക്കെയാണ് വന്നത്. പക്ഷേ അത് റെവയുടെ ഒരു പുതിയ ജനറേഷൻ മോഡൽ പോലെയായിരുന്നു. ആ സമയത്ത് വില കൂടുതലായതുകൊണ്ടും പിന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ അത്ര പോപ്പുലർ അല്ലാത്തതുകൊണ്ടും ഒരുപാട് ആൾക്കാരൊന്നും വാങ്ങിയില്ല. പിന്നീട് മഹീന്ദ്ര നടത്തിയൊരു അപ്രോച്ചായിരുന്നു XUV 400 വെച്ച്. പക്ഷേ അതും അത്ര നല്ലൊരു എഫേർട്ടായിരുന്നു എന്ന് പറയേണ്ടി വരില്ല. കാരണം ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. പവർ എപ്പോഴും മഹീന്ദ്ര കൊടുക്കുന്ന പോലെ ആവശ്യത്തിനധികം കൊടുത്തു, പക്ഷേ റേഞ്ച് ഒരുപാടില്ലായിരുന്നു. പിന്നെ പ്രൈസും നെക്സോൺ EV ആ സമയത്ത് ഉണ്ടായിരുന്ന വെച്ച് കുറച്ച് കൂടുതലായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് അത്ര പോപ്പുലർ ആവാൻ ഈ ഒരു വാഹനത്തിന് പറ്റിയില്ല. അവരിപ്പോഴും ഇതിനകത്ത് സ്ക്രീനൊക്കെ മാറ്റി കുറച്ച് അപ്ഡേറ്റ്സ് വരുത്തിയെന്നല്ലാതെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. എന്തായാലും ഇതിൻ്റെ EL Pro എന്ന് പറഞ്ഞ മോഡലിൽ നമുക്ക് മാക്സിമം 2.5 ലക്ഷം രൂപയുള്ള ഡിസ്കൗണ്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ ലിസ്റ്റിലുള്ളതിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഡിസ്കൗണ്ട് മഹീന്ദ്ര വാഹനങ്ങളിൽ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിന് വലിയ ഡിമാൻഡൊന്നും ഇല്ല, കുറച്ച് പഴയ വണ്ടിയാണ്. പിന്നെ 3XOയുടെ ആ സെയിം സ്പെക്കും ഫീച്ചേഴ്സൊക്കെ വെച്ച് വരുന്ന ഇലക്ട്രിക് മോഡൽ അവരിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതും അധികം വൈകാതെ ഇറക്കുമായിരിക്കും. പിന്നെ ഈ വണ്ടി ഉണ്ടാവുമെന്ന് തന്നെ നമുക്കറിയില്ല. ഇത് സബ്ഫോമീറ്റർ അല്ല എന്നുള്ളൊരു ഗുണം മാത്രമേ വാഹനത്തിനുള്ളൂ. എന്തായാലും നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം മഹീന്ദ്രയുടെ മറാറ്റ്സോ ആണ്. ഇതിപ്പോഴും വിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുകയായിരിക്കും. ഇതിപ്പം ടെക്നിക്കലി വിൽക്കുന്നില്ല, പക്ഷേ ചില ഡീലർഷിപ്പുകളിലൊക്കെ ഈ വണ്ടി സ്റ്റോക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപയുള്ള ഡിസ്കൗണ്ട് ഈ വാഹനത്തിൽ കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ കിട്ടുമായിരിക്കും. കാരണം ഇതെങ്ങനെ ഇപ്പോൾ ആരും വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതിപ്പോൾ നിങ്ങൾ വാങ്ങണമെന്ന് ചോദിച്ചാലും ഞാൻ വേണമെന്ന് പറയില്ല. കാരണം നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റിൽ അല്ലെങ്കിൽ ഈ വാഹനത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് വേറെ കിട്ടുന്നുണ്ട്. ഡീസലാണെങ്കിൽ കാരൻസ് അല്ലെങ്കിൽ പുതിയ കാരൻസ് ക്ലാവിസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ എർട്ടിക, അങ്ങനെ കുറേ വാഹനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതിപ്പോൾ എടുക്കുന്നത് അത്ര നല്ല പൈസ ആയിട്ടുള്ളൊരു ചോയ്സ് അല്ല. പിന്നെ നിങ്ങൾക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വില ഡീലർഷിപ്പിൽ വണ്ടി കിട്ടുവാണെങ്കിൽ നല്ല ഓഫറിൽ കിട്ടും, അത്രേ ഉള്ളൂ. ഇതാണ് ജൂലൈ മാസത്തിൽ നമുക്ക് മഹീന്ദ്ര വാഹനങ്ങളിൽ കിട്ടുന്ന ഡിസ്കൗണ്ട്. BE6, XUV9, Thar ROXX പോലുള്ള വാഹനങ്ങളിലൊന്നും അവർ പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.